വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. യുണൈറ്റഡ് ഫോർ ബിൽബാവോ 1-7 ബിൽബാവിനെ തോപ്പിച്ച് രാജകീയമായിട്ട് നമ്മൾ ഫൈനലിലേക്ക് പോവുകയാണ്. യൂറോപ്പ ലീഗിൻ്റെ എന്തൊക്കെയായിരുന്നു ബിൽബാവോ ദിസ്. അവർ നമ്മളെ ഡിഫെൻസീവിൽ തോപ്പിക്കും. ഇനാക്കി വില്യംസ്, നിക്കോ വില്യംസിന് ഇനാക്കി വില്യംസിനെ കൊണ്ടുവന്നു പോലുമില്ല. ഫസ്റ്റ് ഹാഫ് ആക്ച്വലി ഞാൻ ഒന്ന് പേടിച്ചായിരുന്നു ഗൈസ്. ഒബ്വിയസ്ലി നമ്മളെല്ലാവരും നെർവസ് ആയിരുന്നു. കാരണം 3-0 ലീഡ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടീമിന് അറിയാൻ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഭയം ഉണ്ടായിരുന്നു. അന്ത ഭയം മൊത്തത്തിൽ കളിയിലേക്ക് ഉണ്ടായിരുന്നുള്ളതാണ്. പേടിച്ചാണ് നമ്മളാണെല്ലാം കളിച്ചത്. അപ്പോൾ അങ്ങനെ അവർ ഗോളടിച്ചു. ചിലപ്പോൾ നമ്മൾ ബോട്ടിലേരിക്കുന്നുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻസ് ചേഞ്ച് ദ ഗെയിം. അമാദും മൗണ്ടൊക്കെ വന്നിട്ടാണ് കളി മൊത്തത്തിൽ മാറ്റിയത്. മൗണ്ട് 2 നല്ല ഗോളുകൾ അടിച്ചു. മേ ബി പുള്ളിയുടെ കരിയറിലൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. കാരണം യുണൈറ്റഡിൽ വന്നിട്ട് ക്ലിക്കാവാത്തൊരു പ്ലെയറാണ്. അപ്പോൾ മേ ബി ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ നല്ല മനോഹരമായിട്ടുള്ള ഗോളുകളാണ് അടിച്ചത്. പക്ഷേ ദി മെയിൻ മാൻ അമാദ്, വാട്ട് എ പ്ലെയർ. പുള്ളിക്കാരൻ്റെ സ്കില്ലും ട്രിക്കും ഇഞ്ചുറി കഴിഞ്ഞിട്ട് വരുന്നൊരു പ്ലെയറാണ്. അടിപൊളി പെർഫോമൻസ് ആണ് ഇന്നലെ അമാദ് കാഴ്ചവെച്ചത്. അമാദ് ഒറ്റയ്ക്ക് കളി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അമാദിനെ എങ്ങനെയെങ്കിലും നമ്മൾ ഫിറ്റാക്കി നിർത്തുക എന്നുള്ളതാണ്. ഫൈനലിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏക ഒരു വജ്രായുധം എന്ന് പറയുന്നത് അമാദാണ്. അപ്പോൾ എന്തായാലും പിന്നെ പറയേണ്ട ഒരു കാര്യം, അങ്കിൾ കസമീറോ വീണ്ടും അദ്ദേഹം യൂറോപ്പ ലീഗിൽ സെമി ഫൈനലിൽ ഒരു ഗോൾ അടിച്ചു. അതുപോലെ ബ്രൂണോ കുഴപ്പമില്ലാതെയാണ് കളിച്ചത്. യൂറോയിൽ നാട്ടിൽ കളിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ 4-1 നമ്മൾ ഫൈനലിലേക്ക് കയറി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 85% നമ്മൾ കയറിയതാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഹോമിൽ വന്നിട്ട് കുളമാക്കിയില്ല. 4-1 എന്തായാലും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഈ മത്സരത്തിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മൾ ഫൈനലിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ് കാര്യം. സ്പേഴ്സായിട്ടാണ്. സ്പേഴ്സിനെതിരെ നമ്മൾ ഈ സീസണിൽ 3 തവണ പൊട്ടിയതാണ്. നമ്മുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് സ്പേഴ്സിൻ്റെ റെക്കോർഡ് വളരെ നല്ലതാണ്. ബട്ട് ഇറ്റ്സ് എ കപ്പ് ഫൈനൽ ആൻഡ് ഓൾസോ സ്പേഴ്സ്. അവർക്ക് നമ്മളെക്കാളും കൂടുതൽ ടെൻഷൻ സ്ട്രെസ് അവർക്ക് ഉണ്ടാകും. കാര്യം നമ്മൾ കഴിഞ്ഞ 2 സീസണിൽ നമ്മൾ കപ്പടിച്ചിട്ടുള്ള ടീമാണ്. അവർ 2008-9 അങ്ങാണ്ടാണ് അവസാനമായിട്ട് കപ്പടിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അത് പ്രൂവ് ചെയ്യുക, സ്പേഴ്സി എന്നുള്ള ആ ഒരു എഫക്റ്റ് മാറ്റിക്കളയുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവർക്ക് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാഡിസണൊക്കെ ഇഞ്ചുറി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. ഇനി അദ്ദേഹം ഫൈനലിലേക്ക് വരുമ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല. 22-ാം തീയതിയാണ് ഫൈനൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂട്ടിലെ കോഴിയാണ് സ്പേഴ്സ്. കാര്യം നമ്മൾ അവരോട് ഈ അടുത്തൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിലും മേ ബി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഫൈനലിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇഫ് യു ബിക്കം മാൻ യുണൈറ്റഡ് നമുക്കത് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇത്രയും മോശം സീസണിൽ നമ്മളൊരു ഫൈനലിലേക്ക് എത്തുക, ഒരു മേ ബി ഒരു സിൽവർ വെയർ സ്പേഴ്സിനാണ് ലീഗ് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഫൈനലിലേക്ക് എത്തും, അല്ലെങ്കിൽ സ്പേഴ്സ് ആണെങ്കിലും ഫൈനലിലേക്ക് എത്തും എന്ന് തുടങ്ങിയപ്പോൾ തന്നെ ചില പണ്ഡിറ്റ്സ്, എസ്പെഷ്യലി ആഴ്സൺ വെങ്ങർ, അതുപോലെ തന്നെ ഓൺലൈൻ സോഷ്യൽ മീഡിയ, ഇവരൊക്കെ ഇങ്ങനെ ഫുട്ബോൾ മീഡിയ വലിയ വലിയ കമ്പനികളൊക്കെ ഇങ്ങനെ ഓൾറെഡി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. യൂറോപ്പ ലീഗ് ജയിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, യൂറോപ്പ ലീഗിലേക്ക് കൊടുത്താൽ മതി. ഇവർക്കൊന്നും ഇത്രയും കാലമൊന്നും ഈ ഒരു വിഷമം ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ഫൈനലിലേക്ക് എത്തും, നമ്മൾ ചിലപ്പോൾ കപ്പടിച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുമെന്നുള്ള മട്ടായപ്പോഴേക്ക് ഇവരൊക്കെ പ്ലേറ്റ് മാറ്റാൻ തുടങ്ങി. ഈ പറയുന്ന ആഴ്സൺ വെങ്ങറിൻ്റെ ആഴ്സണൽ യൂറോപ്പ ലീഗിൽ പലപ്പോഴും കളിച്ചിട്ടുള്ളൂ. അപ്പോൾ അന്നൊന്നും ഇദ്ദേഹത്തിന് ഈ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ സ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാം. സ്പേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന പോലെ ആഴ്സൺ വെങ്ങർ റൈവൽ ടീമാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊക്കെ വിഷമം. കോമ്പറ്റീഷൻ്റെ റൂള് മാറ്റേണ്ട കാര്യമില്ല, ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു റൂളാണ്. വർഷങ്ങളായിട്ട് സെവിയ ഉൾപ്പെടെ അവരുടെ വളരെ മോശം സീസണിലാണ് അവർ ഈ റീസെൻ്റ്ലി അവർ യൂറോപ്പ ലീഗ് അടിച്ചത്. അപ്പോൾ അന്ന് അങ്ങനെ ചാമ്പ്യൻസ് ലീഗിലേക്ക് കയറിയത്. അപ്പോൾ അത് സംഭവിക്കുന്ന കാര്യമാണ്, വർഷങ്ങളായിട്ടുള്ള റൂളാണ്. അപ്പോൾ നമ്മൾ 2 ടീമുകളും ഫൈനലിലേക്ക് എത്തി ആൻഡ് ദി ജെനുവിൻലി ഹാവ് എ ചാൻസ്. നമുക്കാണെങ്കിലും ഒരു സ്ട്രോങ് ചാൻസ് ഉണ്ട്. നമ്മൾ മര്യാദയ്ക്കാണ് നന്നായിട്ട് മരിച്ചാണ് ഡിഫെൻഡ് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈനൽ നമുക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. സോ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. നമുക്ക് ഉടനെ തന്നെ ഒരു ലൈവ് വയ്ക്കാം. ഇതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായും നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേറെ കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ലെറ്റ്സ് ഗോ ടു ദ ഫൈനൽ. ലെറ്റ്സ് ഡു ഇറ്റ്.